ഹായ്, വെൽക്കം ടു മാരീസ് ഹൈവേ ലോക്സ്. അപ്പം നമ്മുടെ പുതിയൊരു യാത്ര ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ നെവാഡയിലെ ഡേറ്റൺ എന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ജോമറ്റോയൊക്കെ ഇന്നിപ്പോൾ യാർഡിലേക്ക് വരും. നമ്മൾ രാവിലെ എല്ലാം എടുത്ത് റെഡിയായി നമ്മുടെ ജീപ്പ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ പറയാം. അങ്ങനെ നമ്മൾ യാളെത്തുമ്പോഴത്തേക്കും നമ്മുടെ ജോമറ്റോയി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ST86 നമ്മുടെ സ്വന്തം വണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര നമ്മുടെ സ്വന്തം മീറ്റർ ബിൽഡറാ. എന്നാ ഒരു ട്രാൻസ്മിഷൻ എടുക്കണമെന്നില്ലെന്ന്. പീറ്റർ ബിൽറ്റ് പണി കഴിഞ്ഞ് വന്നിട്ട് ട്രാൻസ്മിഷൻ ഫോൾട്ട് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ന്യൂട്രലിൽ ഇവിടുന്ന് കളിക്കുന്നുണ്ടോ? അപ്പൊ എന്തായാലും നമ്മുടെ ജോമറ്റോയെ തന്നെ നമ്മുടെ സേഫ്റ്റി ഓഫീസിൽ ഗുർജിത് ഭായിനെ പോയി പറയാന്നോർത്ത് പോയേക്കും. ആ പുള്ളി വന്നൊന്ന് നോക്കട്ടെ എന്തായാലും. One like this. Okay. 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 This is the common issue in the Peterbilt. Okay. So this is the reset button. How is our Mustang doing? Mustang is ready. Yeah. Inside. Are you driving or no? It's No, parked. it's inside. It's Here? ready. Yeah. Okay. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ടെക്നിക്കെല്ലാം പഠിപ്പിച്ച ഒരു മനുഷ്യനെ കണ്ടോ? പുള്ളിയാണ് തീരത്ത് ഭായ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ മെയിൻ മുതലാളി. അപ്പം നമ്മുടെ ഇവിടുത്തെ ഏത് ട്രക്കുകളും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് ഇപ്പം 6 വർഷമായിട്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടതൊരു പുതിയതായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലായിരുന്നു. അപ്പോൾ ഈ പുള്ളിനെ എന്ത് കാര്യത്തിന് വിളിച്ചാലും പുള്ളി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊടും, സാധനം റെഡിയാവും. നമ്മൾ ചമ്മിപ്പോവും. ഭയങ്കര നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും പുള്ളി വന്നാൽ അതുപോലെ ചെയ്യുന്നത്. ഒരു മാജിക് ഹാൻഡ്സ് ആട്ടോ. അപ്പോൾ വിൻ്ററിൽ നമ്മുടെ വണ്ടി വന്ന് തന്നെ തെറിച്ച് കിടക്കുമെന്നിരിക്കട്ടെ, നമ്മളെത്ര പണിതിട്ടും ഒരു രക്ഷയില്ലെന്ന് വിചാരിക്കട്ടെ, പുള്ളി വന്ന് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കും, സാധനം അങ്ങ് പോകും. അല്ലേ, നിങ്ങൾ കാണുന്ന മസ്താങ് ഉണ്ടോ? ഇത് തീർത്തുവായുടെ മോളുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ആലോചിച്ച് നോക്കി. പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. സംഭവം ഇവർ ബർത്ത്ഡേക്ക് റിവീൽ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ബാക്കി അതിൻ്റെ എഞ്ചിൻ പണി എല്ലാം കാര്യങ്ങളായിട്ട് അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോൺ വിക്കിൻ്റെ ഒരു ക്ലാസിക് സാധനം. ഇവരുടെ കയ്യിൽ ഈ ഒരു മസ്താങ് കൂടാതെ ജീവാഗണുണ്ട്, കൂടാതെ നമ്മുടെ മസ്താങ്ങിൻ്റെ ഷെൽബി ഉണ്ട്. നമ്മളിടയ്ക്ക് കാണിക്കുന്നതാണല്ലോ സിദ്ധ് ട്രക്ക് എന്നുള്ള കിടിലൻ സാധനം. പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു റൈഡ് പോയി ഒരു റിവ്യൂ ഒക്കെ കാണിക്കാം. ഇതാണ് നമ്മുടെ സിദ്ധിൻ്റെ വർക്ക്ഷോപ്പും. ഇതിൻ്റെ അകത്തിട്ട് ഈ പണിയെല്ലാം നടക്കണേ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ജീപ്പ് എടുത്ത് വേണതോ താല്പര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ. പക്ഷെ അവർ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഓ പിന്നെ ഇൻറ്റീരിയറൊക്കെ കണ്ടോ, കിടിലൻ. പണി മൊത്തത്തിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പാണ് ചെയ്തത്. അപ്പം നമ്മൾ മസ്താങ്ങിൻ്റെ കളികളെല്ലാം കണ്ട് നമുക്ക് പയ്യെ തിരിച്ചു പോകാം. വണ്ടിയെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈഡ് പോകാമെന്നൊക്കെ തീർത്തുപോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിട്ടേക്കാം, അവർ ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ. ഇനിയും നമ്മൾ ചെന്ന് നമ്മുടെ ജോമറ്റോയെ സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ ജോമറ്റോയെ കലിപ്പാവുന്നതായിരിക്കും. ഈശ്വര, വീണ്ടും പണി കിട്ടിയോ? വീണ്ടും പണിയാണോ? അപ്പോൾ ഈ കിടക്കുന്ന 5150 എന്ന് പറയുന്ന ട്രെയിലറാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നത്. കാര്യം ഇടയ്ക്കിടയ്ക്ക് ട്രബിൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളത് റീസെറ്റ് ചെയ്ത് പയ്യെ എടുക്കുക. ചിലപ്പോൾ റോട്ടിലിറങ്ങി ഒന്ന് വാമപ്പ് ആകുമ്പോഴത്തേക്ക് ഓക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
ട്രക്കും ട്രെയിലറിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈറ്റെല്ലാം തെളിയുന്നുണ്ട്. ബോൾട്ട് സീലാണ്. എല്ലാം ഓക്കെയാണ്. ഫോൾ സീസൺ പയ്യെ തീരാറായി കേട്ടോ. ഇപ്പം എപ്പോൾ വേണേലും മഞ്ഞ് പെയ്ത് തുടങ്ങാം. നമ്മുടെ സാധാരണ റൂട്ടിൽ ചില സ്ഥലങ്ങളിലെല്ലാം മഞ്ഞ് പെയ്ത് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫ്യൂവൽ അറ്റപ്പറ്റയാ കേട്ടോ. നിങ്ങൾ കണ്ടോ? കാരണം വെച്ചാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മളല്ലല്ലോ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ആരാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെ നമ്മുടെ ഫ്യൂവലങ്ങ് ഉപയോഗിച്ചുകൊണ്ട് ഒടുക്കിയിരിക്കുമായിരുന്നു അവർ. നമുക്ക് ഏകദേശം 71 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് ഫ്യൂവൽ അടിക്കേണ്ട സാർണിയയിലേക്കുള്ള. അവിടെ ചെന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഫ്യൂവലിങ് ഫുള്ളാണ് കേട്ടോ. ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാലും ആൾക്കാർ മാറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റൂല. വേണ്ട എല്ലായിടത്തും 1ഉം 2ഉം ട്രക്കുകൾ വീതം. അപ്പോൾ വീഡിയോ എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ വിദേശത്തേക്ക് പോയ സ്റ്റോറി എല്ലാം പറയാമെന്നുള്ളതല്ലേ ഇത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കഥയ്ക്ക് എന്താ ഇവിടെ പ്രസക്തി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയൊരു സ്റ്റാർട്ട് ചാനലിനായതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമ്മൾ ഇത്രയും നാൾ ഏകദേശം 250-250ഓളം വീഡിയോകൾ ടോട്ടൽ ചെയ്തു. ഇനി നമ്മളൊരു പുതിയ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ആദ്യം തന്നെ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടല്ലേ നിങ്ങളോട് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ വീഡിയോയിൽ കാരണം കൂടുതൽ ഫ്രീക്വൻ്റ് ആക്കാൻ നോക്കുന്നിടത്തോളം കൂടുതൽ കഥാപാത്രങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുമല്ലോ. കാരണം ട്രക്കിംഗ് വീഡിയോ മാത്രമാണെങ്കിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഡ്രൈവിംഗ് പാർട്ണർ മാത്രം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോകളിൽ വരുന്ന കഥാപാത്രങ്ങളെ എല്ലാം മനസ്സിലാക്കാനും അവർക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഉള്ള ഒരു പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഒരു കഥ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് ഓൺ ദ വേ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബോർഡർ എത്തി. എന്തായാലും ബോർഡർ ക്രോസ് ചെയ്ത് 2 മണി കഴിയുമ്പോഴത്തേക്കും ജോമറ്റുവായ എണീറ്റ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം ജോമറ്റുവായ ആയിട്ടും കൂടെ പറയാം. അപ്പോൾ പിന്നെ നമ്മളൊരു ഡിസ്കഷനിൽ കൂടെ പറയുമ്പോഴത്തേക്കും അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ്. നമുക്കേ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു കാപ്പി എടുത്ത് വാഷ്റൂമും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് പോവാം. ഞാനും ബോർഡറിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തിരക്കാണെങ്കിലോ പെട്ടുപോകും. നമ്മൾ വേണ്ട ബോർഡർ എത്തുമ്പോഴത്തേക്കും ജോമറ്റോ പോയി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിരുന്നു പോയ ഉറക്കമൊക്കെ പോയത്. വീക്കെൻഡ് വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. 3 ദിവസം അവധിയല്ലായിരുന്നോ? വീക്കെൻഡ് വിശേഷം 3 ദിവസം പിള്ളേരുടെ കൂടുതൽ അടിച്ച് പൊളിച്ച് കുറെ പണികളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങിയില്ല. അയവച്ചന്റെ മോൺസ്റ്റർ ട്രക്കും ഒക്കെ ആയിട്ട് കളിച്ചോ? മോൺസ്റ്റർ ട്രക്കും പിന്നെ തോമസ് ട്രെയിൻ പിന്നെ പാപ്പട്രോൾ. വണ്ടി കണ്ടിരുന്നോ ഇങ്ങോട്ട് വന്നപ്പോ? വണ്ടി നമ്മുടെ ട്രാൻസ്മിഷന്റെ സാധനം എന്നെ കാണിച്ചില്ല. കാരണം നമ്മുടെ BVD എത്തിയപ്പോഴത്തേക്കുവേ അവിടെ ഞാൻ 2-3 പ്രാവശ്യം നിർത്തിയായിരുന്നു മറ്റേ ഫ്യൂൽ അടിക്കാൻ നേരത്തൊക്കെ. പിന്നെ അത് കാണിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം വണ്ടി ഒന്ന് മൊത്തത്തിൽ ചൂടായി കഴിഞ്ഞപ്പോൾ സെറ്റായി കാണും. ഫ്യൂൽ കാർഡ് നിങ്ങളുടെ ഇല്ലേ? ഫ്യൂൽ കാർഡ് എൻ്റെ കയ്യിലുണ്ട്.
ഫ്യൂവല് അങ്ങ് അറ്റപ്പറ്റി എത്തിയത് റെഡ് കാണിച്ചിട്ട്. റെഡ് കാണിച്ചിട്ട് ഫ്യൂവലോ എന്നുള്ള വാണിംഗ് ഉണ്ടല്ലോ, അത് കാണിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിയായിരിക്കുമല്ലോ ഏകദേശം. ഒന്നും പറയണ്ട, ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ച് വർക്ക് എത്തിച്ചു എന്നൊക്കെ പറയില്ല, മുട്ട നിന്ന് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ കർത്താവേ എത്തിച്ചേക്കണേ. എന്തായാലും ബോർഡറിലേക്ക് എത്തുമ്പോഴത്തേക്കും ബോർഡറിലെ സ്ഥിരം കളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരുടെയും വണ്ടികളൊക്കെ നിർത്തി അവിടെ ഇവിടെ എല്ലാം തുറന്നു നോക്കുന്നു. എൻ്റെ ഇവിടെ ഒരു കാറുകാരനെ തുറന്നു നോക്കുന്നു. മുന്നോട്ട് ഇച്ചിരി ഡിലേ ആവാൻ സാധ്യത ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ആ ലൈനപ്പിൽ നമുക്ക് കിട്ടാത്തപ്പോഴത്തേക്ക് നമ്മൾ ഓർത്ത് ഇവിടുത്തെ പരിപാടികളെല്ലാം തീർന്ന് സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ നടന്നില്ല, നോക്കാം. കാരണം എന്തായാലും ബോർഡർ എല്ലാം സ്മൂത്തായിട്ട് ക്രോസ് ചെയ്തു. നമ്മൾ നേരെ കേപ്പാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഷിഫ്റ്റ് മാറുവാണേ. ഇതിൻ്റെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഫുഡ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് കറിയും അടിപൊളി ചക്കപ്പുഴുക്കും. അതും കഴിച്ച് നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നീങ്ങാം. അടിപൊളി കേട്ടോ, സൂപ്പർ. അങ്ങനെ കേപ്പാക്കിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഷിഫ്റ്റും ചേഞ്ച് ചെയ്ത് കാപ്പിയൊക്കെ എടുത്ത് നമ്മുടെ ജോമറ്റോയെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പുതിയ കണ്ണാടിയാണല്ലോ. അതെ അതെ, ഇത് പുതിയ ആണോ? ആ, ഇവിടെ മഞ്ഞക്കണ്ണാടി എന്ത്? മഞ്ഞക്കണ്ണാടി കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് എവിടെയോ മിസ്സായിരുന്നു. ആണോ? വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 9486 ലൈനില്ലേ എവിടെയോ മിസ്സായി. എനിക്ക് ഉണ്ടോന്ന് അറിയത്തില്ല എവിടെ. ഞാൻ ഒന്ന് നോക്കിയിട്ട് കാണും, 2 പ്രാവശ്യം നോക്കി, കണ്ടില്ല. നമുക്കൊരു കംഫർട്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടെ ഒരു ലുക്ക് തോന്നുന്നു. എനിക്ക് അതായിരുന്നു കുറച്ചുകൂടെ ഒരു സ്റ്റൈലായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര വരാൻ കിടക്കണോ? അതെ, നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞില്ലേ, ലൈഫ് സ്റ്റോറി അല്ല, ലൈഫ് സ്റ്റോറി പറയാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും നിർത്തിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്താലോ? സെറ്റ്. അപ്പൊ ഗൈസ്, ഇനി ഒത്തിരി ഡിലേ ഇല്ലാതെ നമുക്ക് ആ പരിപാടി അങ്ങ് ചെയ്തേക്കാം. നമ്മുടെ ലൈഫ് സ്റ്റോറി അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇതിനോടനുബന്ധിച്ച് വരേണ്ട കുറെ വീഡിയോകൾ നമുക്ക് പെൻഡിങ് ആട്ടോ. അപ്പൊ അതെല്ലാം നമുക്ക് ഇറക്കുകയും വേണം, ഇത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട്. അപ്പം 2010 ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത്. 10/10/2010 അതാണ് ഡേറ്റ്. അപ്പൊ ഈ 2010 കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ എറണാകുളത്തെ റമദ റിസോർട്ട് എന്ന് പറയുന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെ ജോലി ചെയ്യുവാണേ. അതായത് 2009 ജൂണിലെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിഗ്രി കോഴ്സിന്റെ പാസ് ഔട്ടാണ് ഞാൻ. അപ്പൊ അങ്ങനെ പാസ് ഔട്ടൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെയായിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീഷന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ HR ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണെങ്കിലും എനിക്ക് അവിടെ തന്നെ ജോബ് ഓഫർ ചെയ്തു. അപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ എന്തായാലും പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒത്തിരി ഡിലേ ഒന്നും എടുത്തില്ല. നേരെ റമദ വന്ന് ജോയിൻ ചെയ്തു, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റമദയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭായി, അപ്പം ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നവരും നഴ്സിംഗ് പഠിക്കുന്നവരും നാട്ടിൽ നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ നമുക്ക്. അപ്പൊ എങ്ങനെയും വിദേശത്തേക്ക് കിടക്കാന്നുള്ളതാണ് നമ്മളെ ആ സമയത്തെ എല്ലാവരുടെയും ഉദ്ദേശം. കാരണം നാട്ടിൽ നിന്നാ എന്നാ പൈസ കിട്ടും, എല്ലാവരും ഒന്നെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇത്. അപ്പം കാര്യം ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ഒന്നും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഉള്ള കണക്ഷൻസോ. അപ്പൊ മെയിൻലി എറണാകുളത്ത് ജോലി ചെയ്യാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് റമദ ജോലി ചെയ്യുന്നവര് അല്ലെ, ആ സമയത്ത് എറണാകുളത്ത് അത്യാവശ്യം ഇതുപോലെ ഹോട്ടലുകൾ റിസോർട്ടുകൾ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. യൂഷ്വലി ഫ്രണ്ട്സ് തന്നെയായിരിക്കും നമുക്ക് പ്രധാന സോഴ്സ്. പ്രധാന ഇത് അവര് തന്നെ. അപ്പൊ അവര് പോയ ഏജൻസികളും ഇഷ്ടം പോലെ എറണാകുളത്തുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഈ ഹോട്ടൽ മാനേജ്മെന്റുകാരുടെ എല്ലാം ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് അവധിയുള്ളത്. ഓഫിന്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും എറണാകുളത്തിന് ഇറങ്ങുക. ഏത് പല ഏജൻസികളിൽ കയറുക, നമ്മുടെ ബയോഡേറ്റ കൊടുക്കുക, വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പൊ ആ സമയത്ത് ഒത്തിരി ഗൾഫാണ് ഇതുപോലെ ഏജൻസി വഴി കൊണ്ടുപോകുന്ന സ്ഥലം. ഗൾഫ് എങ്കിൽ ഗൾഫ്, കാരണം ഗൾഫിൽ പോയാലും നമുക്ക് നാട്ടിൽ കിട്ടുന്നതിന്റെ 5 ഇരട്ടിയോ 6 ഇരട്ടിയോ കൂടുതൽ ശമ്പളം അവിടെ കിട്ടും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, സാലറി ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങള് റമദയിൽ ഭയങ്കര മച്ച് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. സാലറി കുറവായിരുന്നു എന്നുള്ള ഒരൊറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ അതെ. നിങ്ങൾ എന്നോട് പലപ്പോഴും പറയുമ്പോ എനിക്ക് റമദയുടെ പേര് നിങ്ങൾ മുന്നിൽ പറയും, നമുക്കറിയാം. അതെ, ഏകദേശം 2 കൊല്ലത്തോളം അവിടെ ജോബ് ട്രെയിനിങ് ആയിട്ടും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ ആയിട്ടും മൊത്തത്തിൽ അവിടെ കംപ്ലീറ്റ് ചെയ്തതില് മനസ്സിന് സന്തോഷമുള്ള ഒരു പീരീഡ് ആയിരുന്നു റമദാനിലെ പീരീഡ്. മനസ്സിന് സന്തോഷം മാത്രം. അപ്പൊ അതായത്
നമ്മുടെ മനസ്സിന്റെ സന്തോഷം കൂടാതെ നമ്മുടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഏരിയയിലെ സർവീസിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം ബേസിക് പഠിച്ചത് അല്ലെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുടെ കൂടെ ഇടപഴകിയൊക്കെ അതെല്ലാം അവിടുന്ന് തന്നെയായിരുന്നു. അതൊരു നല്ല മനസ്സിന് എപ്പോഴും ഇന്നും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അന്ന് റമദയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ ജോലി ചെയ്ത കൂട്ടുകാരുടെ ഉണ്ടല്ലോ അവരോടൊക്കെ നമുക്ക് മനസ്സിലൊരു പ്രത്യേക സ്നേഹവും ബോണ്ടിങ്ങുമാണ്. അവര് ചിലരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം പിന്നെ പറ്റുവാണ് നാട്ടിൽ പോകുമ്പം അവരെയൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലെ ഏറ്റവും നല്ലൊരു പീരീഡ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടമാണ് മംഗലാപുരത്ത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച സമയം, ഈ റമദയിലെ സമയം. പക്ഷെ കയ്യില് പൈസ ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ അപ്പൊ പലരും ഏജൻസികളിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ 50,000 20,000 എന്നുള്ള പൈസകളാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പില്ലാതെ അങ്ങനെ എടുത്ത് പൈസ കൊടുക്കാനും കയ്യിലില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നോ, മറ്റേ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ GCC നോക്കണം, അല്ലെ GCCയിലേക്ക് ഇല്ല, അല്ലെങ്കിൽ മറ്റേ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകണം? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്തിനും നമ്മളെ ആരെങ്കിലും ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും അവിടെ ആദ്യം അതിന് തയ്യാറാ. അല്ലാതെ പൈസ കൊടുത്ത് പോകാൻ വേണ്ടിട്ടുള്ള ഒരു ബാക്കപ്പ് വീട്ടിലില്ല, നമ്മുടെ കയ്യിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തേലും ഒന്ന് തെളിയുന്നോളം വരെ അവിടെ തന്നെ നിക്കാന്നുള്ളതായിരുന്നു മനസ്സിലെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരുന്ന ഒരു സാഹചര്യത്തില് പെട്ടെന്ന് എന്റെ വീടിന്റെ അടുത്തുള്ള 2 ചേട്ടനും അനിയനുണ്ട്, മിഥുനും ജിതിനും. അപ്പം ഇവര് തമ്മിൽ ഇവരും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് അയലോക്കംകാർ എന്നുള്ളതിനേക്കാൾ ഉപരി പിന്നീട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതിന്റെ ഒരു പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് അങ്ങ് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിലല്ല ഞാൻ വന്ന് വിട്ടേക്കുന്നത്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും അത്ര ശരിയല്ലാണ്ടിരുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേറെ കോഴ്സുകൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല. പഠനത്തോടൊപ്പം ജോലിയും എന്നുള്ള ഒരു സാധനത്തെ വെച്ച് നമ്മൾ നേരെ ഹോട്ടൽ മാനേജ്മെന്റ് ചൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെന്ന് പെട്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പം കുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കിച്ചണൊക്കെ ആണെങ്കിലും എല്ലാം മൊത്തത്തില് എനിക്കങ്ങ് ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു ഏരിയ അല്ലായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്കപ്പം കോഴ്സ് ഇട്ടിട്ട് പോകാൻ പറ്റിയല്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണല്ലോ. അപ്പം എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, ബാക്കി എന്നാലും ചെയ്യാം, അല്ലെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതി ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ബാർടെൻഡിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇച്ചിരി ഗ്ലാമർ ഉള്ള ഒരു പരിപാടിയാണ്. ബാർടെൻഡറായ ഈ മറ്റേ ക്ലബുകളിലും പബ്ബുകളിലും അപ്പം ഏത് നമ്മളീ പറയുന്നത് 2009 2010 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ DJ ഒക്കെ ഒന്ന് അല്ലെ അതുപോലത്തെ പബ്ബ് കൾച്ചറൊക്കെ വന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആവുന്ന ഒരു സമയം. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫാൻസി ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഒന്ന് സെറ്റ് ആവാം എന്നുള്ള രീതി മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇതിന്റെ എന്റെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ സെക്കൻഡ് ഇയറിൽ തന്നെ ബാർടെൻഡിങ് പഠിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഫ്ലയറിങ്, ജഗ്ലിങ്, അങ്ങനത്തെ പരിപാടി, കോക്ടെയിൽ മേക്കിംഗ്, മിക്സോളജി പരിപാടികളൊക്കെ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ തപ്പിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോളേജിലെ മംഗലാപുരത്തൊന്നും ഈ ഫ്ലയറിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല. മറ്റേ ജഗ്ലിംഗ് ഒക്കെ ഇല്ലേ, അത് ചെന്നൈയിലൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാർടെൻഡിങ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു കോളേജ് ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞേ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു അവിടെ ഒന്ന് പോയാലോ എന്നുള്ള രീതി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജിതിൻ മിഥുൻ എന്ന് പറഞ്ഞ എന്റെ അയലോക്കക്കാരുടെ കാര്യം പറഞ്ഞില്ല. അപ്പം ജിതിൻ എന്നെക്കാളും 1 വയസ്സിന് മൂത്തതാ, മിഥുൻ അവന്റെ നേരെ അനിയന, എന്റെ പ്രായം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിതിൻ ബാംഗ്ലൂര് ടീ ജോണിലാ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുന്നത്. ജിതിൻ ഞങ്ങളെക്കാളും 1 വയസ്സിന് മുകളില് അല്ലെ, ഞങ്ങളെ 1 വർഷം മുകളില് ഈ ഞങ്ങളുടെ ഇതേ ഫീൽഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ജിതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിൻ ഇതുപോലെ എല്ലാവിധ ആസ്പെക്ട്സിനെ കുറിച്ചും അല്ലെ കൂടുതൽ റിസർച്ചുകളൊക്കെ ചെയ്യാനും അല്ല ഈ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള രീതിയിൽ റിസർച്ച് ചെയ്യുന്ന കുറെ കൂട്ടുകാരുണ്ടാവല്ലോ. ആ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നോക്കുന്ന ഒരാളാണ് ജിതിൻ. ഇവനിതെല്ലാം നോക്കി മുന്നേ പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവൻ മിഥുന് പറഞ്ഞു കൊടുക്കും. അപ്പൊ മിഥുനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനും ഞാനും ഒരേപോലെയാണ് ഹോട്ടൽ മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യാൻ പോയതും. പക്ഷെ പിന്നീട് മിഥുൻ കൊരട്ടിയില് നമ്മുടെ നൈപുണ്യ എന്ന് പറഞ്ഞ
ഒരു കോളേജില്ലേ? പക്ഷെ എനിക്ക് എങ്ങനെയാലും മംഗലാപുരത്തിന് പോകണം എന്നുള്ളായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ഇത്. കാരണം കേരളത്തിന് പുറത്ത് പോകണം എന്നുള്ളത്. അല്ല, ജിതിൻ പഠിച്ചത് ബാംഗ്ലൂർ ടി ജോൺ. ജിതിന്റെ അനിയനാണ്. അപ്പം നാച്ചുറലി എനിക്ക് നൈപുണ്യം കിട്ടിയോ ഇല്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ അച്ഛന്മാരുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളോ ഏതാണ്ടൊക്കെ എന്തുകൊണ്ടോ എനിക്ക് അവിടെ കിട്ടിയില്ല. തന്നെയല്ല എന്റെ താല്പര്യം മംഗലാപുരത്തിന് പോകണം എന്നായിരുന്നുകൊണ്ട് അങ്ങനെ അങ്ങ് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. പക്ഷെ ഞങ്ങളെല്ലാം ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ കണക്ഷൻ വെച്ച് നമ്മള് ആ ഒരു എപ്പോഴും ചർച്ചകളുണ്ട്. എന്തായി, നമുക്ക് ട്രെയിനിങ്ങിന് കിട്ടിയോ, അല്ലെങ്കിൽ അവിടെ കിട്ടിയോ ഇവിടെ. കാരണം തിരിച്ച് നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവധിക്കൊക്കെ ലൈക്ക് വീക്കെൻഡിലൊക്കെ നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഇതിന്റെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ജിതിനുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ജിതിനും ഇതുപോലെ ബാർടെൻഡിങ് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്, മിക്സോളജി കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവനും ഈ ഒരു കോളേജിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു ഐഡിയ വെച്ച് ഞാന് ജിതിന് മത്തായി എന്ന് പറഞ്ഞുകൊണ്ട് ജിതിന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ബാർടെൻഡിങ് പഠിക്കാന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ പോയി ബാർടെൻഡിങ് ഒക്കെ പഠിച്ചായിരുന്നു. നമ്മൾ തന്നെ പറഞ്ഞപ്പോഴാണ് ഈ ബാർടെൻഡിങ്ങിന്റെ ഏരിയയിലേക്ക് വന്നത്. അല്ല, നിങ്ങൾക്ക് അത് താല്പര്യമുള്ളത് മറ്റേ അല്ല, നമ്മൾ പറഞ്ഞു വന്നത് ഈ ജിതിനും ഇതിനും തമ്മിലുള്ള കണക്ഷൻ. ഭരതന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മറ്റേ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നി. അല്ല, നമ്മൾ ഇവരുമായിട്ടുള്ള ബന്ധം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ല അപ്പം ഈ ബാർടെൻഡിങ് അപ്പം അത്രയും നാളെ ഞങ്ങൾ അയൽവക്കംകാരാണ് എന്നുള്ളതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ഇടപഴകിയിട്ടില്ല. കാരണം ഒരേ കോളേജോ ഓരോ ഹോസ്റ്റലോ ഒന്നും അല്ലല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിലും രാവിലെ നമ്മൾ കളിക്കാൻ പോയി വൈകുന്നേരം വീട്ടിൽ പോകുമല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. പക്ഷെ ഈ ചെന്നൈയില് ജിതിനും മത്തായൊക്കെ ആയിട്ട് ഞങ്ങള് ഒരു 3 മാസത്തോളായിരുന്നു ഈ ബാർടെൻഡിങ്ങിന്റെ കോഴ്സ്. ആ സമയത്ത് ഞങ്ങൾ 3 പേരും ഫീസ് വരുന്നുണ്ടോ? അത്യാവശ്യം ഫീസ് ഉണ്ടായിരുന്നു, 25,000 രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഹോസ്റ്റല് പോലെ അവിടെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ സിനിമാക്കാരൊക്കെ പോകുന്ന സ്ഥലം കോടമ്പാക്കം. കോടമ്പാക്കത്തായിരുന്നു ഒരു ലോഡ്ജിൽ ഞങ്ങൾ ഒരു മുറി എടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു അവിടെ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി, മാനസികമായി കൂടുതൽ അടുക്കുകയും അപ്പൊ നമ്മൾ ഒരേപോലെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം വരികയൊക്കെ ചെയ്തു. മിഥുന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടെ അപ്പം എന്റെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന്റെ സമയം വന്നപ്പോ ജിതിനെല്ലാം പാസ്ഔട്ടായി ഓൾറെഡി കുമരകത്ത് റാഡിസൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അപ്പൊ അവിടെ ജോലി ചെയ്യുക. പക്ഷെ ആ സമയത്ത് റാഡിസൺ എന്നല്ല, ആ സമയത്ത് നമുക്ക് അങ്ങനെ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ കേരളത്തിൽ കുറവാ. റാഡിസൺ പോലത്തെ ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലങ്ങളായതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ് ചെയ്യുന്ന പിള്ളേരെല്ലാം ഇഷ്ടംപോലെ കുത്തി നിറഞ്ഞ ആ സമയത്ത് ഇനി ട്രെയിനീസിനെ റാഡിസണിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് അവിടെ ട്രെയിനിങ്ങിന് കയറാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മിഥുനും, കാരണം ഞാനും മിഥുനും ഒരേ സമയം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വരുന്നതുകൊണ്ട് ഒരേ രീതിയിലാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പൊ അവനും കിട്ടിയില്ല, എനിക്കും ജിതിന്റെ ഹോട്ടലിൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ മിഥുൻ ആദ്യമായിട്ട് ഇതുപോലെ തപ്പിപ്പിടിച്ചാണ് റമദ. അപ്പൊ റമദ അവിടെ ചെയ്തപ്പോഴാണ് എന്നോട് ഇതുപോലെ പറഞ്ഞാൽ റമദ ഉണ്ട്, നീ പോയി ചോദിച്ചു നോക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് റമദയുടെ കണക്ഷൻ വരുന്നത്. അപ്പൊ റമദയുടെ കണക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ നേരത്തെ ജിതിന്റെ കൂടെ കുറെ നാൾ സ്പെൻഡ് ചെയ്ത പോലെ ഞാൻ ഈ വർക്ക് ചെയ്ത കാലം മുഴുവൻ മിഥുനും അവിടെ ഉണ്ട്, ഞാനും മിഥുനും അപ്പം ഒരേപോലെ റമദയില് ബാറിൽ തന്നെ ജോലി ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങൾ ഒരേ മുറിയിൽ താമസിക്കുന്നു, ബങ്ക് ബെഡൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അവനുമായിട്ടും കൂടുതൽ ബോണ്ടിങ്. ഈ റമദാനൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഇതില് നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങളുടെയൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് ഇപ്പൊ മെഡിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, അതാണ് ഇന്റർവ്യൂവിനുള്ളത്. അപ്പം ഞങ്ങളുടെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ CV ആയിട്ട് HR-നെ പോയി കാണുന്നു. ശരിക്കും പറഞ്ഞാൽ HR-ഉമായിട്ടുള്ള ഒരൊറ്റ ഇന്റർവ്യൂ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഇത്ര വലിയ ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ ഒന്നും ഇല്ല. അത്യാവശ്യം നമ്മുടെ പ്രസന്റേഷൻ എങ്ങനെയുണ്ട്, നമ്മളെ തന്നെ പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, നമുക്ക് അപ്പിയറൻസ് അതാ പ്രൊഫഷന് ഭയങ്കര ഡിമാൻഡിങ്. ഇനിയിപ്പം അതിന് വലിയ ഡിമാൻഡിങ് ഇല്ലാത്തതോ അത് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ജനറലി ട്രെയിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ ബാക്ക് ഏരിയയിൽ അവിടെ ഇവിടെ കസേര വെക്കാനും അത് പിടിച്ചിടാനും കുറെ പണിക്കാര് അതാണ്. അതുകൊണ്ട് അപ്പിയറൻസ് ഒന്നും ഡസൻ മാറ്റർ. ആ കൂടി ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിൽ നിൽക്കാനുള്ളവർക്ക് മാത്രമേ അവർ അങ്ങനെയൊക്കെ നോക്കാറുള്ളൂ. ബാക്കിയൊക്കെ പിള്ളേർ ഇഷ്ടം പോലെ പോരട്ടെ. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു മാസം 500 രൂപ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന്. ഈ റമദ മാത്രല്ല കേട്ടോ, ഈ റിസോർട്ട് പോലെയുള്ള ഏരിയകളിലെല്ലാം എന്ന് പറഞ്ഞാൽ ലേക്ക് ഫ്രണ്ട് മറ്റേ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ലോണുകളൊക്കെ കാണും. അപ്പൊ ഈ മെയിൻ ഏരിയ ഈ പറയുന്ന കസേരകളും മേശകളും ഇതെല്ലാം ചുമന്നുകൊണ്ട് പോണ പണികളൊക്കെയാണ് ഈ
കാലഘട്ടത്തിൽ നമുക്കുള്ളത്. അതൊക്കെ ചെയ്യാൻ ഇത് ലുക്കോ അപ്പിയറൻസോ ഒന്നും വിഷയമില്ല. ഇത്ര പേര് കാരണം ഓരോ ട്രെയിനീസിനും അവരുടെ ഒരു ട്രെയിനിങ് പീരീഡ് കാണുമല്ലോ കോഴ്സ് കംപ്ലീറ്റ്. അത് കഴിയുമ്പോ അവര് പോകും, ആ സ്പോട്ട് റീഫിൽ ചെയ്യണം, അത്രേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ കോഴ്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് 6 മാസം പ്രാക്ടിക്കൽ നോളജ് വേണ്ടേ. അപ്പൊ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് കോളേജിൽ ചെന്ന് നമ്മളെ എന്തിന്റെയൊക്കെ കേസിലാണ് ട്രെയിനിങ് ചെയ്തതെന്ന് പറഞ്ഞ പ്രൊജക്റ്റും കൂടെ ഉണ്ടാക്കി ആ പ്രൊജക്ടിന്റെ ബേസിൽ നമ്മൾ ഒരു വൈവ ഉണ്ടാവും. അപ്പൊ ആ വൈവയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മള് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫസ്റ്റ് പരിപാടി. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് ഒരുമിച്ച് താമസിച്ചും ഇതിനുമായിട്ട് നല്ലൊരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അങ്ങനെ ആണ് ഞങ്ങളുടെ ആ ഒരു ബന്ധം വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെക്കാളും മുന്നേ ജിതിൻ പോകുന്ന കാരണം ജിതിൻ എന്ത് ചെയ്തു, അവന്റെ കോണ്ടാക്ടുകളിൽ നിന്ന് എങ്ങനെയോ UK വർക്ക് പെർമിറ്റിൽ പോവാൻ വേണ്ടി, അതായത് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഇത് ഹോട്ടൽ ഫീൽഡിൽ നമുക്ക് പല ഹൈറാർക്കികളുണ്ടല്ലോ. ഇപ്പൊ ഷെഫിന്റെ ഏരിയ ആണെങ്കിൽ കോമി 3, കോമി 2, കോമി 1, സൂ ഷെഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള പരിപാടികളില്ല. അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഇപ്പൊ നമ്മുടെ സർവീസ് ഏരിയയിലോ അല്ലെ മൊത്തത്തിൽ ഈ നല്ല നല്ല ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോട്ടലുകളിൽ അവിടെ ഉള്ള ഒരു പൊസിഷനാണ് മാനേജ്മെന്റ് ട്രെയിനിങ്. മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ആ ഹോട്ടലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യണം, അവിടുത്തെ ഡിമാൻഡുകൾക്കനുസരിച്ച് ജോലി ചെയ്യണം. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഹോട്ടലിന്റെ മോളുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ട്, അതുമല്ല നമുക്ക് എല്ലാ സെക്ഷനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും. അതായത് ഒരു ഹോട്ടലിന് അവരുടെ ഫ്രാഞ്ചൈസി മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളിലെ ആ രീതിയിലെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണ് മാനേജ്മെന്റ് ട്രെയിനിങ്. അപ്പൊ അങ്ങനെ ഒരു മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമില് ഈ UK ഇന്ത്യയും തമ്മിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് ഇവൻ കണ്ടുപിടിച്ചു ജിതിൻ. അങ്ങനെ ജിതിൻ അതിനൊന്ന് അപ്പൊ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ജിതിൻ പറഞ്ഞു, എടാ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പൈസ പോയാലും നമുക്ക് ഒരാൾക്കല്ലേ പോകുള്ളൂ, നമ്മൾ ഈ ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇതുവഴി ഈ ഒരു കേസ് വഴി ജിതിന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പോയി, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ അതിന് ട്രൈ ചെയ്ത് ജിതിൻ പോയി. ജിതിൻ പോയതെന്ന് പറഞ്ഞാൽ UK സിൽവർ സ്റ്റോൺ കേട്ടിട്ടുണ്ടോ? സിൽവർ സ്റ്റോൺ സർക്യൂട്ട്. സിൽവർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സിന്റെ മറ്റേ ഫോർമുല 1 റേസിംഗ് ഇല്ലേ, അതിന്റെ ഒരു മേജർ സർക്യൂട്ടാണ് സിൽവർ സ്റ്റോൺ. നമ്മുടെ ഈ മക്ലാരന്റെ ഒക്കെ F1 ടീം ഉണ്ട്. മക്ലാരന്റെ ആസ്റ്റൺ മാർട്ടിന്റെ F1 ടീമിന്റെ ഒക്കെ മെയിൻ ഏരിയ ആണ് സിൽവർ സ്റ്റോൺ. മീൻസ് അതൊരു ഏരിയ ആയിട്ട് കിടക്കുക. ഈ സിൽവർ സ്റ്റോൺ നമ്മുടെ ബുദ്ധ സർക്യൂട്ട് ഒക്കെ ഇല്ലേ, ഞാൻ പോയിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ മൂത്താപ്പ റിയൽ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സിന്റെ F1 അതിന്റെ ഇതാണ് സിൽവർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ലൂയിസ് ഹാമിൽട്ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞേക്കാം, അപ്പൊ നിങ്ങൾക്ക് അവിടെ മീൻസ് അതിനോടനുബന്ധിച്ചുള്ള അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ റേസിംഗിന് വരുന്ന ആൾക്കാരെല്ലാം താമസിക്കുന്ന ഒരു ഹോട്ടലാണ് വിറ്റിൽബറി ഹോള്. ജിതിന് അങ്ങോട്ട് കിട്ടി. അപ്പൊ അങ്ങനെ ജിതിൻ ആദ്യം പോയി വിറ്റിൽബറി ഹോളിലേക്ക്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഇതിന്റെ ചാൻസ് ആയി. ഓക്കെ, സംഭവം വിജയിച്ചു, പൈസ പറ്റിച്ചില്ല, സക്സസ്ഫുൾ. ഏത് നമ്മളെപ്പോഴും ഏജൻസിയുടെ പൈസ കൊടുക്കുമ്പോഴത്തേക്കും കയ്യാലപ്പുറത്തിരിക്കണത് എങ്ങനെയാണല്ലോ, അങ്ങോട്ടും പോവാ ഇങ്ങോട്ടും പോവാ, കിട്ടിയാ കിട്ടി പോയാ പോയെന്ന്. അപ്പം നമ്മുടെ കയ്യിൽ ഇതിന് ഗ്യാമ്പിളിന് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ട്രൈ ചെയ്യാണ്ടിരിക്കണേ. അപ്പൊ ജിതിൻ പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഈ പരിപാടി ഉള്ളതാണ്, കിട്ടും, ഇനി അതിന്റെ പൈസ റേസ് ചെയ്യാന്നുള്ള ഇത്. അപ്പത്തേക്കും നേരെ മിഥുൻ എന്തായാലും പൈസ റേസ് ചെയ്തു. അപ്പം നമ്മുടെ വീട്ടില് ഈ പറഞ്ഞ പോലെ എനിക്ക് പിന്നെയും കൈയും കാലം പറക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പൈസ അറേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് അങ്ങനെ ആ സമയത്ത് സാധിച്ചില്ല. തന്നെയല്ല, ഇനിയിപ്പോ എവിടുന്നാലും കടം വല്ല മേടിച്ചാലും ഇത് ഏജൻസിക്കാർ കൊണ്ടുപോയാൽ തിരിച്ചങ്ങനെ കൊടുക്കും. കാരണം ഈ സംഭവം നടക്കുമ്പോ എനിക്ക് റമദയിൽ ഒരു മാസം 1500 രൂപ ശമ്പളമുള്ളൂ. ഒരു മാസം 1500 രൂപ. അപ്പം ഒന്ന് ആലോചിച്ച്, ഏതാണ്ട് 1 ലക്ഷം രൂപയാണ് ഈ വിസയ്ക്കുള്ള നമുക്ക് മൊത്തത്തിൽ ഏജൻസിക്ക് കൊടുക്കേണ്ടത്. ടിക്കറ്റ് അല്ല, ടിക്കറ്റ് നമ്മൾ വേറെ എടുക്കണം. ഏജൻസിക്ക് വിസ നമുക്ക് റെഡിയാക്കി തരുന്നതിനും അവിടെ നമുക്ക് ഈ ജോലി റെഡിയാക്കി തരുന്നതിനും വർക്ക് പെർമിറ്റ് 2 കൊല്ലത്തെ വർക്ക് പെർമിറ്റ്. നമ്മുടെ ടെൻഷൻ ഇതല്ല, ഇനിയിപ്പോ കടം വിലയൊക്കെ മേടിപ്പിച്ചാലും ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ 1500 രൂപ വെച്ച് ഇത് എങ്ങനെ പേ ഓഫ് ചെയ്യും? വീട്ടിൽ വേറെ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അതുകൊണ്ടാണല്ലോ കടം മേടിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചമ്മി നിന്നു. അപ്പൊ ആ സമയത്ത് മിഥുനാണേലും ഓൾറെഡി പൈസ അറേഞ്ച് ചെയ്ത് അവൻ അപ്ലൈ ചെയ്തു. മിഥുനും അപ്ലൈ ചെയ്ത് മിഥുനും കിട്ടി. ഈ സെയിം ഹോട്ടലിൽ തന്നെ ജിതിന്റെ കൂടെ തന്നെ അപ്പൊ നിക്കാം, വർക്ക് ചെയ്യാന്നുള്ള രീതി. അപ്പൊ ഡബിൾ കൺഫേം ആയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ വീട്ടില് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അമ്മച്ചിയോട് ഈ പറഞ്ഞ പോലെ നമ്മുടെ അവിടെയുള്ള ഒരു ചേച്ചി, അപ്പം പുള്ളിക്കാരി ഇതുപോലെ പറഞ്ഞു, ജയനമ്മ നമ്മള് ഇതിങ്ങനെ നിന്നോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എവിടുന്നേലും അറേഞ്ച് ചെയ്തിട്ടാണേലും ചെറുക്കനെ കയറ്റി വിട്, അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവട്ടെ. അത് അമ്മച്ചി പറഞ്ഞു ഇന്നപോലെ പൈസയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതും ഇതാ അവൻ അതും ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ഈ പറഞ്ഞ ചേച്ചി ഒരു ഇച്ചിരി പൈസ അമ്മച്ചിയുടെ കൊടുത്ത് ഇതുപോലെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് ഏജൻസിക്ക് പൈസ കൊടുത്തു. അപ്പൊ ഈ ഏജൻസി UK-ലാ, ഇത് ഇവരുമായിട്ട്. അപ്പം രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ നമ്മള് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കണത്. നമുക്ക് ഇവിടെ നാട്ടിലുള്ള ഏജൻസി അല്ല. അപ്പൊ UK-ലെ ഏജൻസി സായിപ്പന്മാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണതും അല്ല. അപ്പത്തേക്കും ഫുള്ള് ഡീലിങ്സ് നമ്മൾ നടത്തണല്ലോ. അപ്പൊ നമ്മളാ ആ സമയത്ത് ആകെ കൂടി നമ്മുടെ ഇംഗ്ലീഷിന്റെ നോളജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിലും നമ്മൾ ഈ കേരളത്തിൽ സംസാരിക്കുന്ന സംസാരമല്ലേ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇംഗ്ലീഷ് നമ്മൾ സ്റ്റാർ മൂവീസിലൊക്കെ സിനിമ കാണുമ്പോൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ ഇന്റർവ്യൂവിന് വിളിക്കണ വിസേനെ കുറിച്ച് പറയാനൊക്കെ വിളിക്കണമാര് ഫോൺ വിളിക്കുകയെ. അപ്പത്തേക്കും ഞാൻ എന്റെ വീട്ടില് നിന്ന് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ വണ്ടി പോണതിന്റെ അവിടുത്തെ ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എനിക്ക് ചെവി കൂടെ കേട്ടിട്ട് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകില്ല. ഞാൻ ഫോണുമായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, കൊച്ചുപള്ളി എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ആ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. എത്ര രാത്രി ആയാലും ഞാൻ നേരെ ഫോണും പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഓടും. ഗ്രൗണ്ടിലേക്ക് ഓടി ഗ്രൗണ്ടിന്റെ നടുക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്കില്ല, അപ്പൊ സൈലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെവിയിൽ ഫോൺ വെച്ചാൽ ഈ ഒരു ബ്രിട്ടീഷുകാർ പറഞ്ഞ് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും സംഭവം. ആ രീതിയിലാണ് വിസ ഡീൽ ചെയ്യണൊക്കെ. അപ്പൊ അങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്ത് അവസാനം ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം വന്ന് സെറ്റപ്പ് ആയി. അപ്പം എനിക്ക് പക്ഷെ ജോലി കിട്ടിയത് അവിടെ വിറ്റിൽബറി ഹോളിൽ കിട്ടിയില്ല. കാരണം അവിടെ ഓൾറെഡി കുറെ പേരെ എടുത്ത് അവിടുത്തെ പൊസിഷൻസ് എല്ലാം ഫില്ല് ആയതുകൊണ്ട് എനിക്ക് നമ്മുടെ മാഞ്ചസ്റ്ററിന്റെ ഒക്കെ അടുത്ത് ചെസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിന്റെ അടുത്ത് ചെഷയർ എന്ന് പറഞ്ഞോണ്ട് ഒരു സ്ഥലത്ത് ടാർപൊളി എന്ന് പറഞ്ഞൊരു വില്ലേജില് മാക്ഡൊണാൾഡ് പോർട്ടൽ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. മാക്ഡൊണാൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർഗർ കട അല്ല കേട്ടോ. ഈ മാക് എന്ന് കൂട്ടിയുള്ള പേരുകളെല്ലാം സ്കോട്ടിഷ് പേരുകളാണല്ലോ. ഒരു സ്കോട്ടിഷിലെ ഒരു വലിയ പ്രതാപിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഓണർഷിപ്പിലുള്ള ഒരു വലിയ ഗോൾഫ് റിസോർട്ട്. അങ്ങനെ നമുക്ക് ഒരു വിധത്തിൽ വിസയും കാര്യങ്ങളും എല്ലാം വന്നു. റമദ റിസൈൻ കൊടുത്തു. വീട്ടിലൊക്കെ ഒത്തിരി സന്തോഷമായി, നമുക്ക് സന്തോഷമായി. കൊടുത്ത പൈസ പോയില്ലല്ലോ, വിസ കിട്ടിയല്ലോ. അങ്ങനെ വലിയ സന്തോഷമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമായി. കാരണം പോകുന്നത് ഈ ചെഷയറിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ഏറ്റവും നിയറസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് ഒന്നെങ്കിൽ ലിവർപൂള് അല്ലെങ്കിൽ മാഞ്ചസ്റ്ററാ. ഞാൻ മാഞ്ചസ്റ്റർ എടുക്കാൻ തീരുമാനിച്ചു. കാരണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്തായിട്ട്, അങ്ങനെ ഫുട്ബോൾ കളിയൊക്കെ ഭ്രാന്തായിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പൊ അവിടെ പോയി തന്നെ ആദ്യമായിട്ട് വിദേശത്ത് പോണത് ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഇതിലും മനസ്സിലൊരു കുളിർമേ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ ഒരു ദിവസമാണ് 10/10/2010. ഇനി ഇതിന്റെ അകത്ത് വേറൊരു കോയിൻസിഡൻസ് എന്ന് പറയാൻ, അതേ സിമിലർ ഡേറ്റിലാണ് നമ്മുടെ നീനായും ഫ്ലൈറ്റ് കയറുന്നത് UK-ലേക്ക്. 10ആണോ 11ആണോ, പക്ഷെ 10-10 ഒരു ബന്ധം ഉണ്ട് അവർക്ക്. അതായത് ഫ്ലൈറ്റ് മിഡ് നൈറ്റ് ആയിരിക്കോ അങ്ങനെ ഏതാണ്ട് ഒരു സാധനം. 10/10/2010 നിങ്ങളുടെ ഒരു ഭാഗ്യമാണല്ലോ. അപ്പൊ അതൊരു ജനുവരി 10. അതൊരു ജനുവരി 10 നിങ്ങളുടെ ബർത്ത്ഡേ. അപ്പം ഇത് പറയുമ്പോ പറയട്ടെ, അന്ന് തിരുവല്ലായി കിടക്കുന്ന നീന, പിറവത്ത് കിടക്കുന്ന ഞാൻ എറണാകുളത്ത് ജോലി ചെയ്ത് ഈ രീതി പോകുന്നു. നീനായാണെങ്കിൽ സ്റ്റുഡന്റ് വിസയില് അവളുടെ നഴ്സിംഗിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അവള് സ്റ്റുഡന്റ് വിസയില് അവള് പോകുന്നു. അപ്പൊ യാദൃശ്യമായിട്ടുള്ള ഡേറ്റിന്റെ ഒരു കാര്യം പറഞ്ഞാ പിന്നീട് കണ്ടുമുട്ടുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. ബ്രോ, ഈ ബുദ്ധ സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തെ, ഞങ്ങൾ ഡൽഹിയില് ഞങ്ങളുടെ റൂമില് ഗ്രേസ്മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേസ്മോൻ. അപ്പം ഗ്രേസ്മോൻ ഇടയ്ക്ക് JP ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിൽ കിട്ടി, നോയിഡ ആ ഭാഗത്തുള്ള. അപ്പൊ നമ്മുടെ JP സിമെന്റ് അവരുടെയാണ് ഈ ബുദ്ധ സർക്യൂട്ടിലെ ഈ സംഭവം. JP റേസിംഗോ അങ്ങനെ. അതെ, അത് വലിയ ഗ്രൂപ്പാ. അപ്പം ഗ്രേസ്മോൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഗ്രേസ്മോൻ അവിടുത്തെ ഇവർ ഈ ആദ്യം ഒരു റേസ് വെച്ചായിരുന്നല്ലോ അവരുടെ
പുറത്തുനിന്ന് കാറുകളെല്ലാം കൊണ്ടുവന്ന് അത് ഭയങ്കര നഷ്ടമായിരുന്നു. അത് 110% ടാക്സ് കൊടുക്കണം പുറത്തുനിന്ന് കാർ കൊണ്ടുവരുന്നോണ്ട് തന്നെ. ഗവൺമെന്റ് അതിന് റിബേറ്റ് ഒന്നും തന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് വെച്ചത് ടാറ്റ പ്രൈമ ട്രക്ക് ഇറങ്ങിയ സമയത്ത് അതിന്റെ റേസാ വെച്ചത്. അപ്പൊ അത് നമുക്ക് അവിടെയുള്ള സ്റ്റാഫിനൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രേസോ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വരുന്നോ പറയാം. അപ്പൊ ഞാനും ജോബി നമ്മുടെ ജിറ്റോപ്പന്റെ അളിയൻ ജോബിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ ഞങ്ങൾ എന്നോട് പോയി. ഞങ്ങൾ കഴിയുമ്പോ ഗ്രേസോനാണ് മനസ്സ് അവരെ എമർജൻസിയും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ മൊത്തം നോക്കുന്നത്. ഒരു ബെൻസ് കാറിന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ ഞങ്ങൾ പോയി അത് കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതേ വണ്ടി തന്നെ ഈ നോസ് ഇല്ലാത്ത ടൈപ്പ് ആ പ്രൈമ ഉണ്ടല്ലോ നാട്ടിലുള്ള. അപ്പം അത് ഈ 5th വീലുമായിട്ട് പോവാ. ഇതുമായിട്ട് പോയിട്ട് ഉമ്മര ഇത് കൊട്ടി ഇങ്ങനെ ഇത് ചെയ്യാ ഇങ്ങനെ ഇത് ചെയ്യാ ഫീൽ ചെയ്യിക്കാ വണ്ടി. അത് മുഴുവനും സായിപ്പ്മാരാട്ടോ ഡ്രൈവർമാര്. ഇന്ത്യൻ ഡ്രൈവേഴ്സ് ഒന്നും ഇല്ല. അടിപൊളിയായിരുന്നു സംഭവം കാണാനേ. അപ്പൊ ലാസ്റ്റ് മിക്ക സിംഗിന്റെ പാട്ടും എന്തായാലും അന്നത്തെ ഒരു അടിപൊളിയായിരുന്നു. കാരണം ഗ്രേസ് മാൻ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റി.